വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ മരണം 164ആയി. 1000-ലധികം പേർക്ക് പരുക്കേറ്റു. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. വെനസ്വേലയ്ക്ക് പുറമെ ജപ്പാനിലും കാലിഫോർണിയയിലും ഭൂകമ്പങ്ങൾ ഉണ്ടായി. വെനസ്വേലയിലേക്ക് രക്ഷാദൌത്യ സംഘത്തെ അയച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത ഭൂകമ്പമാണ് വെനസ്വേലയിലുണ്ടായത്. പ്രാദേശിക സമയം വൈകിട്ട് 6:04 ആദ്യ ഭൂകമ്പമുണ്ടായത്. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനത്തിന് വെറും 40 സെക്കൻഡുകൾക്ക് ശേഷമാണ് 7.5 തീവ്രത രേഖപ്പെടുത്തിയ അടുത്ത ഭൂകമ്പം ഉണ്ടായത്. ലാഗുയിറ തുറമുഖ നഗരത്തിലും തലസ്ഥാനമായ കരാക്കസിലുമാണ് ഏറ്റവും കടുത്ത നാശനഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിമോൺ ബോളിവർ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു. മരണസംഖ്യ 10,000 കടന്നേക്കുമെന്നാണ് US ജിയോളജിക്കൽ സർവേ പറയുന്നത്. കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും പിന്നീട് പിൻവലിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അമേരിക്കയും മെക്സിക്കോയും എൽ സാൽവദോറും വെനസ്വേലയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ദേശീയ അവധി ദിനമായിരുന്നതിനാൽ നിരവധി പേർ വീടുകളിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. വെനസ്വേലയ്ക്കും ജപ്പാനും പുറമെ കാലിഫോർണിയയിലും ഭൂകമ്പമുണ്ടായി. ജപ്പാനിൽ ഇവാട്ടെ പ്രിഫെക്ചറിന്റെ തീരത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം. ജപ്പാനിൽ 6.9 തീവ്രതയും കാലിഫോർണിയയിൽ 5.6 തീവ്രതയും രേഖപ്പെടുത്തി. 3 ഭൂകമ്പങ്ങളും തമ്മിൽ പരസ്പര ബന്ധമില്ലെന്ന് ഭൂകമ്പ ശാസ്ത്രജ്ഞർ പറയുന്നു. ഏതാണ്ട് ഒരേ സമയത്ത് ഭൂകമ്പമുണ്ടായത് യാദൃശ്ചികത മാത്രമാണെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. 1967 വെനസ്വേലൻ തലസ്ഥാനമായ കരാക്കസിലുണ്ടായ 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 200-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.